ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഞാൻ രാവിലെ എണീച്ച് ഫ്രഷായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി. എന്നിട്ട് നേരെ കുറച്ച് ചായ ഇട്ടത് അനൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. അനു എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ മോളാണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അവളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് സവാള കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴത്തേക്കും വാവ എണീറ്റ് വന്നു. വാവ എണീറ്റ് കഴിഞ്ഞാൽ വാവയ്ക്ക് കുറച്ച് നേരം ഞാൻ വേണം. അനു എടുക്കാൻ നോക്കിയെങ്കിലും പോയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ദോശ ചുടാൻ തുടങ്ങി. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉള്ളി ഏതാണ്ട് മൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചിയ സീഡിൻ്റെ വെള്ളം കുടിക്കാറുണ്ട് രാവിലെ ഏർലി മോർണിംഗ് എല്ലാം കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറു ചൂടോടെ അതും കുടിച്ചതിന് ശേഷം ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ സൈഡിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു വരകളും കൂടി ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് മസാല അകത്ത് കയറുമല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതെല്ലാം കുക്ക് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി എടുത്തിട്ട് പോയി ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു.